കടൽ മണൽ ഖനനത്തിനായുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി തീരദേശ ഹർത്താൽ നടത്തി. ശക്തികുളങ്ങരയിൽ നടത്തപ്പെട്ട പ്രതിഷേധ റാലിയിലും പൊതുസമ്മേളനത്തിലും നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പങ്കെടുത്തു. ഉപ്പിന്റെ ഗന്ധമുള്ള മത്സ്യത്തൊഴിലാളിയെ കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞ് കടൽ മണൽ ഖനനത്തിൽ നിന്ന് പിന്മാറണമെന്നും കടൽ അവകാശ നിയമം പാസാക്കാൻ തയ്യാറാകണമെന്നും കൊല്ലം രൂപത ആവശ്യപ്പെട്ടു. ജീവന്റെ അവസാന തുടിപ്പ് ശേഷിക്കും വരെ തീരവാസികളുടെ സ്വത്തായ കടലും കടൽത്തീരവും സംരക്ഷിക്കുമെന്നും രാജ്യത്തിന്റെ സമ്പത്ത് ഏതെങ്കിലും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതാൻ അനുവദിക്കില്ലെന്നും യോഗം പ്രതിജ്ഞ ചെയ്തു. സ്വന്തം ജനത്തിന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സംസ്ഥാന സർക്കാർ മണൽ ഖനന നീക്കത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് ഐക്യകണ്ഠേന പാസാക്കി കേന്ദ്ര സർക്കാരിൽ പ്രതിഷേധം അറിയിക്കണമെന്നും കൊല്ലം രൂപത PROയും ശക്തികുളങ്ങര ഇടവക വികാരിയുമായ ഫാദർ രാജേഷ് മാർട്ടിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ആവശ്യപ്പെട്ടു. ഈ ജനത്തെ മറന്നുള്ള വികസനം അത് അപകടകരമാണ്. നിയമം കൊണ്ട് തന്നെ അത് തെറ്റാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഈ ജനത്തെ മറന്നുകൊണ്ടുള്ള ഈ വികസനം നമുക്ക് വേണ്ടേ വേണ്ട. നീണ്ടകര ഇടവക വികാരി ഫാദർ റോൾഡൻ ജേക്കബ് കടൽ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇതുവരെയും കേരള ഗവൺമെന്റ് ആർജവത്തോടെ ഇതിവിടെ പറ്റില്ല എന്ന് പറയാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ ആരാധനയെ ബഹുമാന്യ മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറയുകയാണ്, തമിഴ്നാട്ടിൽ സ്റ്റാലിനെ പോയി ഉറപ്പിച്ചു പറയാണ്, ഇത് കേരളമാണ്, ഈ തീരത്ത് നിങ്ങളുടെ പണി നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ നിൽക്കാനായിട്ട് 3.5 കോടി ജനങ്ങളുള്ള നാടാണ് കേരളം. പക്ഷെ എന്തുകൊണ്ട് പറയുന്നില്ല? ഈ കടലിനെ കുറിച്ചും ഈ മണ്ണിനെ കുറിച്ചും ഈ തീരത്തെ കുറിച്ചും പറയാനായിട്ട് മോദിക്ക് പറ്റില്ല, അദാനിക്കും പറ്റത്തില്ല. ഇവിടുത്തെ ഉപ്പുവെള്ളം കൊണ്ട് ഇവിടുത്തെ സിരകളിലും ഹൃദയത്തിലുമൊക്കെ ഉപ്പുവെള്ളം, ഉപ്പിന്റെ അംശമുള്ള ശരീരത്തിലുമൊക്കെ ഇവിടെ മത്സ്യത്തൊഴിലാളിക്കാണ് ഈ കടലിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. അത് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. കടലിനെ കുറിച്ച് പറയാനായിട്ട് ആധികാരികൾ നമുക്കാണ്. ഞാൻ ഉൾപ്പെടെ എന്റെ ശരീരം മുഴുവനും ഉപ്പ് ഗന്ധമുള്ളതാണ്. നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ ഉപ്പ് ഗന്ധമുള്ളതാണ്. നമ്മൾ വസിക്കുന്നിടങ്ങളൊക്കെ നമ്മൾ ഉപ്പുകാറ്റിൽ ജീവിക്കുന്നവരാണ്. കടലിനെ അറിയാവുന്നവരാണ്. കടലിനെ അറിയാവുന്ന അതിന്റെ ആഴങ്ങളും അതിന്റെ പരപ്പും അതിന്റെ മുകളിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ ഉൾപ്പെടെ അറിയാൻ പറ്റുന്ന, എപ്പോൾ മീൻ കിട്ടുമെന്നും ഇവിടെ മീൻ ഉണ്ടാവുന്നൊക്കെ അറിയാൻ പറ്റുന്ന ധീരരായ മത്സ്യത്തൊഴിലാളികൾ നമ്മള്. ചായവാലയ്ക്ക് ചായയെ കുറിച്ച് അറിയാമെങ്കിൽ ഈ കടലിനെ കുറിച്ചും മണ്ണിനെ കുറിച്ചും അറിയാമെന്ന് നമുക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോദി, പ്രധാനമന്ത്രി മോദിയോട് പറയാണ്, ഈ തീരമൊന്നും അദാനിക്ക് തീരെഴുതി കൊടുക്കാനായിട്ട് നമ്മൾ ആരും സമ്മതിക്കില്ല. ജീവിതത്തിലെ അവസാന ശ്വാസം, ഈ കൊക്കിൽ അവസാന ശ്വാസം ഉണ്ടെങ്കിൽ അതുവരെ പോരാടും. ദീപങ്ങൾ കൈയിലേന്തി തീരസമൂഹം പ്രതിജ്ഞ ഏറ്റുചൊല്ലി. യോഗത്തിൽ സംസ്ഥാന ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പീറ്റർ വിഷയാവതരണം നടത്തി. അനിൽ ജോൺ, ലെസ്റ്റർ കാർഡോസ്, ജാക്സൺ നീണ്ടകര എന്നിവർ സംസാരിച്ചു. റാലിക്കും പൊതുസമ്മേളനത്തിനും ജെയിൻ ആൻസിൽ ഫ്രാൻസിസ്, ജോസ് വിമൽ രാജ്, വിൻസി ബൈജു, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് നെറ്റോ, യേശുദാസ് KJ, സാലി സക്കറിയാസ്, യോഹനാന ആന്റണി, ക്ലീറ്റസ് ആന്റണി, ടോം ഹെൻറി എന്നിവർ നേതൃത്വം നൽകി. ഷിഗ്ന ന്യൂസ്, കൊല്ലം.